22FK പോലത്തെ ഒരു സിനിമ ചെയ്തിട്ടും കാശുണ്ടാക്കാൻ പറ്റും. ലോക പോലത്തെ സിനിമ ചെയ്തിട്ടും കാശുണ്ടാക്കാൻ പറ്റും. നമുക്ക് കൃത്യമായി പറയേണ്ടത് പറഞ്ഞുകൊണ്ടും ഇവിടെ ഇൻഡസ്ട്രിയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റും. ഇറ്റ് മൈറ്റ് ബി മച്ച് മോർ ഡിഫിക്കൽട്ട്. പക്ഷെ മേ ബി ദാറ്റ് ഇസ് വൈ വി ആർ ഡിഫറെൻറ്റ്, റൈറ്റ്? ആസ് ആർട്ടിസ്റ്റ്, ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മളെ ആളുകൾ വ്യത്യസ്തരാണെന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവർ നമ്മളെ എന്തോ ഒരു കണക്ഷൻ അവർക്ക് നമ്മളോട് ഫീൽ ചെയ്യുന്നതും ആ സ്പേസിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ. എനിക്ക് അവിടെ നിൽക്കണം തന്നെ ആഗ്രഹം. അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അറ്റാക്സ് ഉണ്ട്. പക്ഷെ അവിടെ നിവൃത്തിയുള്ളൂ. അവിടെ നിന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ട്രൂവസ്റ്റ് സെൻസിൽ നിന്നും ഞാൻ അത് മാറിപ്പോവും. അപ്പൊ അവിടെ നിൽക്കുക എനിക്ക് എളുപ്പം. വിത്ത് ഓൾ ഓഫ് ദിസ് അവിടെ നിൽക്കുമ്പോഴും ഈ പഴയ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സങ്കല്പം വെച്ച് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? അത് ചുറ്റുപാട് നിൽക്കുന്ന കുറേ പേരെ സംരക്ഷിക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് കൂടെ നമ്മൾ കാണിക്കേണ്ടതുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ പ്രഷേഡായിട്ട് നിൽക്കുമോ? ഇല്ല. എനിക്ക് തോന്നുന്നു ആരും സംരക്ഷിക്കേണ്ട കാര്യം സംരക്ഷിക്കാനൊന്നും നമ്മൾക്ക് അതിനുള്ള ത്രാണിയൊന്നും എനിക്ക് അതല്ല. പക്ഷെ കൂടെ പിടിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. ഒരുമിച്ച് നിൽക്കണം, കൈവിടരുത്. ആ കളക്റ്റീവ് എനർജിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുമിച്ച് വളരാൻ പറ്റും, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ആരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആ സ്പേസിലേക്ക് നമ്മൾ പോവരുത്, നമ്മളൊരു സേവിയർ സ്പേസിലേക്ക് പോവരുതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതെപ്പോഴും ബാക്ക് ഫയർ ചെയ്തിട്ടേ ഉള്ളൂ. ബിക്കോസ് ഓൺലി യു ക്യാൻ സേവ് യുവർ സെൽഫ്. നമ്മൾക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾ വന്ന് സേവ് ചെയ്യും എന്നുള്ള കോൺസെപ്റ്റ് റോങ് ആണ്. ഐ മീൻ അത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. We have to figure it out on ourselves. So I think everybody deserves that journey of figuring themselves out.